രാഹുലെ, നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രങ്ങളൊന്നും തന്നെയല്ല, അതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇന്നയാളാണ് മുഖ്യമന്ത്രി എന്നുള്ള ഓരോ കണ്ടെത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ കെ മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് UDFന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആണ്, അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പുകളല്ല എന്നും സുനിൽ ലാലൂർ ഒരിക്കലും ഒരു FB പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വോട്ടെടുപ്പ് കഴിഞ്ഞു, വോട്ട് പെട്ടിയിലായി. അതെ, റിസൾട്ട് വരുന്നതിന് മുമ്പിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിൽ അടിത്തട്ടിലുള്ള ചില ആളുകൾ, പലർക്കും പല നേതാക്കന്മാരെയും ഇഷ്ടമായിരിക്കും. ഇപ്പോൾ എനിക്ക് തന്നെ കോൺഗ്രസ്സിലെ പല നേതാക്കന്മാരെയും ഇഷ്ടമാണ്. ചിലരൊന്നും മത്സരിക്കുന്നില്ല. ഇപ്പോൾ അവരൊക്കെ അധികാരത്തിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അവിടെ അധികാരത്തിൽ വരണം വരണ്ട എന്ന്. ഇപ്പുറത്തെ വശത്ത് LDF വരുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഇത് ഇലക്ഷൻ എല്ലാം തൊട്ട് മുമ്പ് ഒരു 300 കോടി രൂപ മുടക്കി ഫ്ലക്സ് എല്ലാം വെച്ചിട്ട് ഞാനല്ലാതെ വേറെ ആരുണ്ട് ഇവിടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇറക്കിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഹൈക്കമാൻഡ് ലാസ്റ്റ് ഒരു ഉത്തരത്തിലെത്തും. ആ ഉത്തരത്തിലായിരിക്കും വിജയ് ആരാണ് എന്ന് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇതിന് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് UDF അധികാരത്തിൽ വരും എന്നുള്ള ഒരു പ്രചരണം മാത്രമാണ് നിലനിൽക്കുന്നത്. അതെ, UDF അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം വോട്ട് പെട്ടിയിൽ കിടക്കുന്നതേ ഉള്ളൂ. എണ്ണിയിട്ടില്ല. ആരൊക്കെ വിജയിക്കുമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതിനു മുമ്പിട്ടേ ഇങ്ങനെ തന്നെ പോകുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് UDF ഒരു തരംഗത്തിൽ, വലിയ തരംഗത്തിൽ ഒരു 80 സീറ്റ് 90 സീറ്റ് വാങ്ങിച്ച് വിജയിക്കുകയാണെങ്കിൽ ആ ശോഭ മുഴുവൻ കെടുന്ന രീതിയിലായിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് UDF എങ്ങനെയാണ് ജനങ്ങളെ കൈകാര്യം ചെയ്തത്, UDF എങ്ങനെയാണ് ഓരോ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്, ആ രീതിയിൽ തന്നെ പോകണമെന്നാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം നമുക്ക് പറയാൻ മാത്രമേ കഴിയൂ. ഇതിൻ്റെ അടിത്തട്ടിലുള്ള പല ആളുകൾക്കും അവരവരുടെ നേതാക്കന്മാർ അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹം. കഴിഞ്ഞ ദിവസം തന്നെ മുഹമ്മദ് ഇഷിയാസ് വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ചില ആളുകൾ, നമുക്കറിയാം, മുഖ്യമന്ത്രി എന്ന് പറയുന്ന 2 പേരിലേക്ക് എത്തിച്ചേരുന്നത് ഒന്ന് രമേശ് ചെന്നിത്തലയും ഒന്ന് VD സതീശനുമാണ്. ഈ 2 പേരുകളാണ് നമ്മുടെ മുമ്പിൽ നിലവിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളൊരു ചർച്ചയായിരിക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങൾ എന്ന് പറയുന്നത്, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അതിനു മുമ്പിട്ട് ആഭ്യന്തരമന്ത്രിയായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ NSUവിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്നു. അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനാ കാലയളവിൽ കിട്ടാവുന്ന എല്ലാ പോസ്റ്റുകളും കിട്ടി വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സാമുദായ സംഘടനകൾക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ് VD സതീശൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതലും ആക്രമിക്കപ്പെട്ട ഒരാളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അത് VD സതീശനാണ് എന്ന് പറയേണ്ടി വരും. SDPI പോലും അവസാനം VD സതീശൻ നിലപാട് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ LDFനൊപ്പം നിൽക്കും എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കേരളത്തിന് കൊടുക്കുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് കേരള മനസാക്ഷിയെ സംബന്ധിച്ച് വർഗീയതയ്ക്കെതിരെ നിൽക്കാൻ കഴിയുന്ന കെൽപ്പുള്ള ഒരാളായിട്ടാണ് VD സതീശനെ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് ആ ഒറ്റ നിലപാടുകൊണ്ടാണ്. അതേപോലെ തന്നെ ഒരു മത നേതാക്കന്മാരുടെയും കാല് പിടിക്കാൻ അദ്ദേഹം പോയില്ല. ഇപ്പോൾ NSSൻ്റെ ആണെങ്കിലും SNDPയുടെ ആണെങ്കിലും അവരെല്ലാം ആദ്യമേ എതിരായിരുന്നുവെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പായപ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വോട്ട് പെട്ടിയിലാവുന്ന സാഹചര്യത്തിൽ അവരെല്ലാം അവരുടെ നിലപാട് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇവിടുത്തെ ക്രൈസ്തവ സഭയാണെങ്കിൽ പോലും അങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നും VD സതീശൻ മാറിയിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാം കുറ്റപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കുറ്റപ്പെടുത്തുകൾ കേട്ടതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ VD സതീശൻ നേരിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മുന്നിൽ, ജനങ്ങളെ പ്രതികരിക്കുന്ന ഒരാളായിട്ട് VD സതീശനെയാണ് ആളുകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ 2 വ്യക്തികളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിലവിൽ നിൽക്കുന്ന 2 പേർ. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധി ആയിരിക്കും തീരുമാനിക്കാൻ പോകുന്നത് ആരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. 2 പേരെയും പാർട്ടി പരിഗണിക്കുമെന്നൊരു യാഥാർത്ഥ്യമാണ്. ഇനി ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ്, പറയാൻ കഴിയില്ല. 2.5 വർഷം ഒരാൾക്കും 2.5 വർഷം അടുത്ത ആൾക്കും കൊടുക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ ഉയർന്നു വരുന്ന മറ്റൊരു പേരാണ് KC വേണുഗോപാൽ. KC വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം മത്സരിച്ചിട്ടില്ല. അദ്ദേഹം
അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. കോൺഗ്രസിനെ കേരളത്തിൽ നിയന്ത്രിക്കുന്ന, കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘടനാ ശേഷി കൊണ്ടാണ് മാറിയത്. അപ്പോൾ ഇത്തരത്തിൽ ഈ 2-3 പേരുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ ഇവിടെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളായി തുടങ്ങി. ഇന്ന ആളെ ആക്കണം എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ മുരളീധരൻ പറഞ്ഞത് കൃത്യമാണ്. അനാവശ്യമായിട്ടുള്ള ചർച്ചകളിലേക്ക് പാർട്ടി പോകരുത്, അല്ലെങ്കിൽ പാർട്ടിയുടെ അണികൾ പോകരുത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ കാരണം വോട്ട് പെട്ടിയിലായിട്ട് മാത്രമേ ഉള്ളൂ. UDF തരംഗമുണ്ട് എന്ന് UDF തന്നെയാണ് പറയുന്നത്. പിന്നെ ചില മാധ്യമങ്ങളും പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടൊരു അടിസ്ഥാനവും അവിടെയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും UDF അധികാരത്തിൽ വരുമെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ UDFിനകത്തുണ്ടായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? അവസാന നിമിഷം നമ്മൾ നോക്കിയപ്പോൾ 99 സീറ്റ് നേടി LDF അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് ഈ മണ്ഡലങ്ങളിൽ, ഈ ജില്ലകളിൽ എങ്ങനെയാണോ UDFിന് അപ്രമാദിത്വം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇത്തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടാകാൻ പോകുന്ന വിജയം. രാഹുലെ, സത്യത്തിൽ ഇത്തരം വാട്സപ്പ് കൂട്ടായ്മകൾ, ഈ കോൺഗ്രസിന്റെ പേരിലുള്ള കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. കോൺഗ്രസിന്റെ പേരിൽ മാത്രമല്ല, ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ പേരിലും അതുപോലെ തന്നെ BJPയുടെ പേരിലും എല്ലാം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടോ? പാർട്ടി എന്താണെന്നറിയാത്ത, സംഘടനാ സംവിധാനം എന്താണെന്നറിയാത്ത, രാഷ്ട്രീയം കൃത്യമായി സംസാരിക്കാൻ അറിയാത്ത ചില ആളുകൾ നിയന്ത്രിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. ഈ പാർട്ടി എന്താണെന്നറിയാതെ നിയന്ത്രിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ വിഷയങ്ങളാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കുറച്ചു പേരങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി അങ്ങ് കേൾക്കും. പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയാൽ പാർട്ടി അങ്ങ് വഴങ്ങും. അങ്ങനെ വഴങ്ങുമായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ മത്സരിക്കുന്നുണ്ടായേനെ. പക്ഷെ അങ്ങനെയല്ല. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം പാർട്ടി മാറി. പാർട്ടി കൃത്യമായിട്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എത്ര വലിയ വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അതായിരിക്കും പാർട്ടിയുടെ തീരുമാനം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എന്താണ് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്. ഒരു സംഘടനാ ശേഷിയെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലാണ്. ഇവരൊക്കെ സംഘടന ഉണ്ടാക്കിയായിരുന്നെങ്കിൽ എന്തെങ്കിലും പറയാമായിരുന്നു. ഒരു സംഘടനയും ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, ഇപ്പോൾ എത്ര കൊല്ലമായി സംഘടനാ സംവിധാനം കൃത്യമായി കൊണ്ടുപോകാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ട്. ഇപ്പോഴും അടിത്തട്ടിൽ ആളുകളുണ്ട്, സംഘടനയില്ല. കൂട്ടമുണ്ടെന്നേ ഉള്ളൂ, സംഘടനയില്ല, സംഘടനാ ശേഷിയില്ല. പെട്ടെന്നൊരു സമരം സംഘടിപ്പിക്കാൻ അടിത്തട്ടിൽ ഒരു കൂട്ടം വിളിച്ചു കഴിഞ്ഞാൽ വരാൻ 10-50 പേരെടുക്കാൻ ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. പക്ഷെ 10-50 പേരെ ഇപ്പോൾ കിട്ടത്തില്ല. ആ രീതിയിലൊക്കെ സംഘടനാ സംവിധാനം, കാരണം ഞാൻ ഇനി അവനെ വിളിച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞേ, അവൻ വേണമെങ്കിൽ വന്നാൽ മതി, ആ ഒരു രീതിയിലേക്ക് പാർട്ടിയുടെ നേതാക്കന്മാർക്ക്, ഇത് നിയന്ത്രിക്കുന്ന നേതാക്കന്മാരുടെ സ്വഭാവം മാറിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പല വിഷയങ്ങളും ഈ നേതാക്കന്മാർ കൂടെ പെട്ടിതാങ്ങി നടക്കുന്ന കുറച്ച് പേരുള്ള ഈ നേതാക്കന്മാരെ കൊണ്ടു നടന്ന് കൃത്യമായിട്ട് രാഷ്ട്രീയം സംസാരിക്കേണ്ട വേളകളിൽ പോലും അത് സംസാരിക്കാൻ കഴിയാതെ നേതാക്കന്മാർക്ക് മാറി നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവർ കൂടെ നടക്കുന്ന ആളുകളാണ് വിഷയം. ഓരോ കുഴിയിലും കൊണ്ട് ചാടിച്ച് ഇപ്പോൾ ഇവർ കൊടുക്കുന്ന ഇന്റർവ്യൂകൾ പലതും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ കുഴിയിലും കൊണ്ട് ചാടിക്കുന്നതാണ്. അവിടെ കൊടുത്താൽ നന്നായിരിക്കും, ഇവിടെ കൊടുത്താൽ നന്നായിരിക്കും. കൂടെ നടക്കുന്നവരാണ് കൊണ്ടുവന്ന് നശിപ്പിക്കുന്നത് ഈ സംഘടനാ നേതാക്കന്മാർ. പുതിയ കാലത്തിന്റെ രാഷ്ട്രീയം പഠിക്കേണ്ടതുണ്ട്, പുതിയ കാലത്തിലേക്ക് വരേണ്ടതുണ്ട്, കുറച്ചുകൂടെ രാഷ്ട്രീയം കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആക്കേണ്ടതുണ്ട്. ഇപ്പോൾ തങ്ങളെ പരിധിയിലാക്കാൻ നോക്കുന്ന മാധ്യമങ്ങളാണെങ്കിലും മറ്റ് സംവിധാനങ്ങളാണെങ്കിലും അതിനെ നിയന്ത്രണത്തിലാക്കിയാണ് വേണ്ടത്. അല്ലാതെ അവിടെ ചെന്ന് വീണു കൊടുക്കുകയല്ല, എന്നിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കിയല്ല വേണ്ടത്. വിവാദങ്ങൾ പാർട്ടിയിലെ ചില അണികൾ സൃഷ്ടിക്കുന്നതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ്. പണ്ട് തൊട്ടേ നമ്മൾ കാണുന്നതാണ് UDFിനെ സംബന്ധിച്ച് അവരവരുടെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് അണികൾ വാശി പിടിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും. ഇപ്പോൾ കെ സുധാകരൻ്റെ കാര്യത്തിൽ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തെല്ലാമാണ് പടച്ചുണ്ടാക്കിയത്. കെ സുധാകരൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയി. KC വേണുഗോപാലിനെ വിളിച്ചിട്ട് ഓക്കെ ബൈ. ഇതാ കെ സുധാകരൻ പാർട്ടി വിടാൻ പോകുന്നു. KC വേണുഗോപാലിനോട് അവസാനമായിട്ട് പറഞ്ഞത് ഓക്കെ ബൈ. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംസാരിച്ചതിന് ശേഷം ഓക്കെ ബൈ എന്ന് പറഞ്ഞു വെക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ഒരു ഓക്കെ ബൈ പറഞ്ഞതിൻ്റെ പേരിൽ പാർട്ടി വിടുകയാണ് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ കൂട്ടിച്ചേർക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. അപ്പോൾ അത് എവിടെ നിന്നാണ് ഈ വാർത്തകൾ കിട്ടുന്നത്? കൂടെ നിൽക്കുന്ന ചില ആളുകൾ കൊടുക്കുന്ന വാർത്തകളാണ്. അപ്പോൾ ഈ കൂടെ നിൽക്കുന്ന ചില ആളുകളാണ് യഥാർത്ഥത്തിൽ കുതുകാൽ വെട്ടുന്നത്. ഇത്തരം പുഴുക്കുത്തുകളാണ്
പാർട്ടിയെ നാശത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് രാഹുൽ പറയുന്നത്. എന്താണെങ്കിലും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ചില നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ ചെല്ലുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്.